രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരിശീലിക്കുകയും എഴുതുകയും ചെയ്യുന്ന നീറ്റ് എക്സാം. അത്ര ഗൗരവത്തിൽ ഏകദേശം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാമിന് വേണ്ടി പരിശീലിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. ആ നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ പരീക്ഷയുടെ പിറ്റേ ദിവസം അത് റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ നിലയിൽ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മാറുകയാണ്. ആദ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ 89 തവണയാണ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അപാകതകൾ ഉണ്ടാകുന്നത്. വലിയ പാകപ്പിഴവുകൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിന്റെ ഭാഗമായി മനംനൊണ്ട് എന്നോളം ഈ സമയവും SFI ഉയർത്തിപ്പിടിക്കുന്നത് ഇതിനെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹവും SFI ഉയർത്തിപ്പിടിച്ചതാണ് ശരി, ഇതിനെതിരെ നാം രംഗത്ത് വരണമെന്ന് മനസ്സെത്തിപ്പിടിക്കുന്നത് കേവലം SFIയുടെ മാത്രം ആവശ്യമല്ല. ഇവിടുത്തെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മെയ് 13-ന് SFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിൽ മാർച്ച് നടത്തി. അന്നു മുതൽ ഇന്നേ വരെ ഈ രാജ്യത്ത് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ആ എക്സാം എഴുതി ഓരോ വിദ്യാർത്ഥിക്കും നീതി ലഭിക്കണം എന്നുള്ളത് ഉറപ്പിന്റെ മേലാണ് SFI ഇത്തരത്തിലേക്ക് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. ക്രമക്കേടിനെ ചൊല്ലിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് NTA പിരിച്ചുവിടണമെന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും ഇന്നാലുള്ള സ്വപ്നം ഫലം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായ പ്രയത്നം ചെയ്യുന്നു. ആ എക്സാം എഴുതി ഉറ്റുനോക്കുന്ന ഐതിഹാസികമായ ഒരു പോരാട്ടത്തിനാണ് ഈ രാജ്യത്തിന്റെ യുവത ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ യുവത നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ ഏതെല്ലാം നിലയിൽ മൃഗീയമായി അടിച്ചമർത്താൻ വേണ്ടി സാധിക്കുമോ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ദേശീയ സുരക്ഷാ നിയമം എന്നതിന്റെ പേരിൽ എത്ര കാലം വേണമെങ്കിലും അവിടുത്തെ സമരം ചെയ്യുന്ന ആളുകളെ തടങ്കലിൽ നിർത്താനുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കരുതൽ തടങ്കിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള കടകളെല്ലാം അടച്ചുപൂട്ടുകയാണ്, അവിടെയുള്ള യാത്രാ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ്. അവിടെ നിന്ന് പോലീസ് തന്നെ സ്വമേധയാ തകർത്ത കാറ് അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന കാഴ്ച നാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അവിടെ സമരം നടത്തുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന കാഴ്ചയാണുള്ളത്. നിങ്ങൾ നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ സമരം ചെയ്യുന്നത്? അവരുടെ ഭാവിയെ തകർത്തിട്ടുള്ള ഈ രാജ്യത്തിനകത്തുള്ള സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് തുടർച്ചയായി ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് തുടർച്ചയായി NTA നടത്തുന്ന എല്ലാ പരീക്ഷകളും ഈ രാജ്യത്ത് അട്ടിമറിക്കപ്പെടുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിൽക്കുന്ന സാഹചര്യമാണ് ഈ രാജ്യത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോ നമ്മൾ പറയാറുണ്ട്, മാധ്യമങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഇയാളുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഈ രാഷ്ട്രീയമാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലുള്ള യുവമോർച്ച നേതാവായിട്ടുള്ള ദിനേശ് എന്ന് പറയുന്നയാളാണ് ഈ മാഫിയയുടെ നേതൃത്വം എന്ന് ഏതെങ്കിലും മാധ്യമം ഈ രാജ്യത്തിന്റെ ഇതിനകത്ത് പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കാൻ ഈ സമരങ്ങൾ ആരും അറിയേണ്ടതില്ല. ഈ മാഫിയകൾക്ക് സംരക്ഷണമൊരുക്കുന്ന നിലപാടാണ് ഈ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടാവുന്നത്. ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ ഈ രാജ്യത്തെ സമരത്തിൽ പങ്കെടുക്കും